ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രീ മൈൻഡ് എന്ന് കേട്ടിട്ടില്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയാണത്. ഭാരമില്ലാത്തൊരു മനസ്സ്. ഭാരമില്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ആകുലതകളില്ല, ഉത്കണ്ഠയില്ല, പ്രസൻറ്റ് മൊമെൻ്റ് എൻജോയ് ചെയ്യുന്ന ഒരു മനസ്സ്. അവിടെ എപ്പോഴും സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഭാരമില്ലാതെ വന്നാൽ നമുക്ക് പറന്ന് കിടക്കാം അല്ലേ? വി ക്യാൻ ഫ്ലോ വിത്ത് ലൈഫ്. പക്ഷേ ഇതൊക്കെ സ്വപ്നതുല്യമായ ആഗ്രഹങ്ങളാണ്. ഈ ലോക ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ആ പ്രോസസ്സ് എന്താണെന്നോ? ലെറ്റിംഗ് ഗോ. ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞാൽ വിട്ടുകളയുക. പക്ഷേ എല്ലാം കൂടി വിട്ടുകളയാൻ പറ്റുമോ? എല്ലാം വിട്ടുകളഞ്ഞാൽ ജീവിതത്തിന് ഭാരം കൂടുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് വിട്ടുകളയേണ്ടത്, എങ്ങനെയാണ് വിട്ടുകളയേണ്ടത്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. കാരണം ഫ്രീ മൈൻഡ് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. ചില ആളുകളെ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ എന്നെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് മനസ്സിന് ഒരുപാട് സമാധാനവും സന്തോഷമൊക്കെ കിട്ടാറുണ്ടെന്ന്. അപ്പോൾ ചിലർ പറയും ഞാനത് വീണ്ടും വീണ്ടും കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്ന ഒരു ടെക്നിക്ക്, ലെറ്റിംഗ് ഗോ. ലെറ്റിംഗ് ഗോ ഒരിക്കലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മളിത് ചെയ്യേണ്ടത്, അതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് ഇതെങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിട്ടുകൊടുത്താൽ നമുക്കവിടെ ഒരു ലൈഫില്ലല്ലോ. ചിലരങ്ങനെയല്ലേ, ഒന്നിനെക്കുറിച്ച് ഒരു അഭിപ്രായവും ഇല്ല, നിലപാടുമില്ല. ചിലർ പറയും അത് വളരെ സൗകര്യമാണ്, പക്ഷേ അവിടെ ലൈഫില്ല. നമുക്ക് നമ്മുടെ ജീവിതം കളർഫുള്ളാക്കണമെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകണം, നിലപാടുകൾ ഉണ്ടാകണം. ലെറ്റിംഗ് ഗോ എവിടെയൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അത് നമ്മൾ തീരുമാനിക്കണം. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വിട്ടുകൊടുക്കാനുള്ളതല്ല. ലെറ്റിംഗ് ഗോ ഏതൊക്കെ അവസരങ്ങളിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ജീവിതത്തിലുണ്ട്. നമ്മൾ വിചാരിച്ചാൽ അതൊന്നും മാറാൻ പറ്റില്ല. അതിലേറ്റവും പ്രധാനമാണ് വ്യക്തികളെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അവർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ടാവും. അതെല്ലാം മാറ്റിമറിക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ചില ആളുകൾ വിട്ടുകൊടുക്കില്ലല്ലേ, അവരെയൊക്കെ മാറ്റിയേ മതിയാവും. ഈയിടെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് കോളേജിൽ ചെന്നപ്പോൾ ഒരു ടീച്ചർ പറയായിരുന്നു, ഇപ്പോഴത്തെ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അവർക്കൊന്നും പഠിക്കാൻ തീരെ മനസ്സില്ല, ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത്രയും വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ടീച്ചർമാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഒരു കുട്ടി നല്ല കുട്ടിയാണെന്ന് പറയുന്നത് മിക്കവാറും അക്കാദമിക് മികവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈയിടെ എൻ്റെ ക്ലാസ്സിലിരുന്ന ഒരാൾ പറയായിരുന്നു, എനിക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് ഈ ബുദ്ധിയെ ഡിഫൈൻ ചെയ്യുന്നത്? എന്താണ് ഈ ഇൻ്റലിജൻസ്? അവിടെയും നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്, ആ കുട്ടി നല്ല ബുദ്ധിമതിയാണ്, കണക്കിന് 100-ൽ 100 ഇംഗ്ലീഷിന് ഇത്ര മാർക്കുണ്ട്, സയൻസ് നന്നായിട്ട് അറിയാം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഒരാളുടെ ഇൻ്റലിജൻസ് നമ്മൾ അസസ് ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. അത് വേറൊരു ചർച്ചയുടെ വിഷയമാണ്. മനുഷ്യർക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണുള്ളത്, അതിൻ്റെ പല പല കോമ്പിനേഷൻസാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് ബുദ്ധിയില്ല, മറ്റേയാൾക്ക് ബുദ്ധിയുണ്ട്. ഇവിടെ നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത്. മറ്റേയാളെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റേയാളെ കൊണ്ടുവരാനുള്ള ആ ഒരു ആഗ്രഹമില്ലേ, അത് വിട്ടുകളയേണ്ടതാണ്. അയാൾക്ക് അയാളുടേതായ വഴിയുണ്ടാവും. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അയാളുടെ വഴി അയാൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് അയാൾക്ക് വിട്ടുകൊടുക്കുക, നമ്മളത് വിട്ടുകളയുക. നമ്മുടെ മക്കളായാലും അല്ലെങ്കിൽ ഭർത്താവായാലും ഇനി വേറെ ആരായാലും മറ്റേയാളെ മാറ്റിയെടുക്കുന്നതിൽ ഒരു ലിമിറ്റുണ്ട്. നമ്മുടെ ലൈഫ് റോൾസ് ഇല്ലേ, നമ്മൾ ജനിച്ച് വളർന്നു വരുമ്പോൾ ലൈഫ് റോളുകളുടെ പ്രാധാന്യത്തിൽ മാറ്റങ്ങൾ വരും. പക്ഷെ ചില ആളുകൾ ഒന്നും വിട്ടുകൊടുക്കില്ല. മദറിനിലോ ഡോട്ടറിനിലോ ബന്ധമില്ലേ, അതിൽ വരുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്താ? അമ്മായിയമ്മമാർ പലതും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത്രയും നാൾ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, ഇതെൻ്റെ മകനാണ്, മകനെ ഞാൻ എങ്ങനെ വളർത്തി, ഇനിയും അതുപോലെ തന്നെ അയാൾ പെരുമാറണം, എൻ്റേതായിട്ടുള്ള ഒന്നും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു ലെറ്റിംഗ് ഗോ പ്രാക്ടീസ് ചെയ്യുന്ന മദറിൻലോയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ലെറ്റിംഗ് ഗോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മരുമകൾ എങ്ങനെയായിരിക്കും പെരുമാറുക? അമ്മയല്ലേ, ഇത്രയും കാലം അമ്മ വളർത്തിയ മകനല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ മരുമകളും അങ്ങോട്ട് വിട്ടുകൊടുക്കും.
ഇങ്ങനെ രണ്ട് കൂട്ടരും ഇതിന് തയ്യാറായി കഴിഞ്ഞാൽ ജീവിതം എത്ര സന്തോഷമാകുമല്ലേ. ഇനി ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തർക്കങ്ങൾ ഉണ്ടാവില്ലേ. ചില ആളുകൾ വിട്ടുകൊടുക്കൂല അല്ലേ. തർക്കം ഇങ്ങനെ നീണ്ടു പോയി, നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു, അയാൾ അമ്പും വില്ലിനും അടുക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ വേറെ ന്യായീകരണങ്ങളൊക്കെ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ബുദ്ധിപരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. ലെറ്റിംഗ് ഗോ. അയാൾക്ക് അയാളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ യേശുക്രിസ്തുവിൻ്റെ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെയും അയാൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ, ഞാനിത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയും ഇതേപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണം ചിലർക്ക്. നീഡ് ഫോർ റെക്കഗ്നിഷൻ. മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നം. അതങ്ങ് വിട്ട് കളഞ്ഞാൽ നമുക്ക് കുറേയും കൂടി സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കാൻ പറ്റില്ലേ. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന്, നമ്മുടെ പാസ്റ്റിൽ നമുക്ക് വിഷമമുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തോർത്ത് വിഷമിക്കുന്ന ആളുകൾ ഈ പാസ്റ്റിനെ ലെറ്റിംഗ് ഗോയിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അത് വിട്ടുകളയാൻ തയ്യാറാകാതെ വിഷമിക്കുക. അപ്പോൾ ചെറുപ്പകാലത്ത് നമ്മൾ അനുഭവിച്ച സങ്കടം വീണ്ടും ആലോചിക്കുമ്പോൾ അതേ സങ്കടാവസ്ഥയിലൂടെ വീണ്ടും കടന്നു പോകാനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കുകയാണ്. അത് നമ്മുടെ തെറ്റല്ലേ. പിന്നെ ഈ വിവാഹ ജീവിതത്തിൽ നമുക്ക് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ആ റിലേഷൻഷിപ്പില്ലേ ചിലപ്പോൾ വിട്ടുകളയേണ്ടതായിട്ട് വരും. നല്ലത് ചെയ്താലും മോശം ചെയ്താലും ഒക്കെ നമ്മൾ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടാവും ചുറ്റും. വിമർശനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് മാറ്റം വരുത്തണം എന്ന് തോന്നിയാൽ മാറ്റം വരുത്തണം. ബാക്കിയെല്ലാം ലെറ്റിംഗ് ഗോയിൽ ഉൾപ്പെടുത്തണം. ഈ ലെറ്റിംഗ് ഗോ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഏതവസരത്തിലാണെന്നോ, നമ്മുടെ ഈ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മളെ വേദനിപ്പിച്ച മുറിപ്പെടുത്തിയ പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്കുണ്ടാകാം. അതിങ്ങനെ ഓർക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ചിലരുടെ ഒരു ശീലമാണ്. അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്നോ, ആ വേദനയിലൂടെയും അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെയും വീണ്ടും കടന്നു പോകാനുള്ളൊരു സന്ദർഭം നമ്മൾ ഒരുക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ വിട്ടുകളയേണ്ട സമയമില്ലേ. കാരണം ഇത് പണ്ട് സംഭവിച്ചതാണ്. ഇപ്പോൾ അതെല്ലാം മാറി നമ്മളൊരു നല്ല പൊസിഷനിലെത്തി അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ആ ചിന്തകളെയൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള ചിന്തകൾ, അതാണ് അത് ലെറ്റ് ഗോ ചെയ്യാൻ ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത്. അതെല്ലാം അതിജീവിക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പം ഞാൻ ഈ ഒരു പൊസിഷനിലെത്തി നിൽക്കുകയാണ്. ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. അപ്പോൾ വേദനാജനകമായ ആ ചിന്തകളെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് സഹായിച്ച ആളുകളെയൊക്കെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേദനയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകളയാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. നമ്മളെ ഇഷ്ടപ്പെടുകയും പരിഗണിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന വേറെ ഇടങ്ങളുണ്ട്. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുക. മൂന്നാമത്തെ കാര്യം, തർക്കങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നു, അവരെ ബോധ്യപ്പെടുത്തുന്നു, നമ്മുടെ സ്റ്റാൻഡ് ഇതാണെന്ന് ഓപ്പണായിട്ട് അവരോട് പറയുന്നു. പക്ഷേ അവർക്ക് അവരുടേതായ ചില ബോധ്യങ്ങളുണ്ടാവും, അവരുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാവും. അതിൽ നിന്ന് അവർ മാറില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വിട്ടുകളഞ്ഞേക്കണം. ചില ആളുകൾ വിടൂല്ലല്ലോ. അത് പറഞ്ഞ് ന്യായീകരിച്ച് വെറുതെ സമയം വേസ്റ്റാക്കും. അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ അവർ നമ്മളെ വീണ്ടും പ്രൊവോക്ക് ചെയ്യും, നമ്മളെ സംസാരിപ്പിക്കാൻ പ്രേരിപ്പിക്കും. അവിടെ അവസാനിപ്പിച്ച് തർക്കം ഒഴിവാക്കിയേക്കണം. ഇനി നാലാമത്തെ കാര്യം, ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു വഴി എന്താണെന്നോ, നമ്മളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. നമുക്കൊരു ജീവിതമുള്ളൂ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ട് നടന്ന് സമയം പാഴാക്കാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു, അതിൽ ഇൻവോൾവ് ആകുന്നു, അതിൽ എഫക്റ്റഡ് ആകുന്നു. ഇങ്ങനെയൊക്കെ വരുന്നതാണ് നമുക്ക് പ്രശ്നം. അപ്പോൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലെറ്റിംഗ് ഗോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ഈ ലെറ്റിംഗ് ഗോ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് സംശയങ്ങളുണ്ടാകാം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അതങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവുമോ, ഞാനൊരു അമ്മയല്ലേ അച്ഛനല്ലേ, ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാവില്ലേ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അവിടെ നമുക്ക് അനാവശ്യമായ കുറ്റബോധം ഒന്നും തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ കുറച്ചും കൂടി കൈൻഡായിട്ടും ജെൻറ്റിലായിട്ടും പെരുമാറുക. 6ാമത്തെ കാര്യം, ലെറ്റിംഗ് ഗോയിലെ ഏറ്റവും പ്രധാനമാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് ഇല്ലേ. ചില ആളുകൾക്ക് മക്കളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ അവരെ നമ്മൾ വളർത്തി വലുതാക്കി, ഇനി അവർ നമ്മളെ നോക്കണം. എപ്പോഴും അവരെക്കുറിച്ച് പരാതി, അവർ ഫോൺ വിളിക്കാറില്ല, എൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ എത്ര സമാധാനമായല്ലേ. ഒന്നാമത്തത് അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു മീനിങ്ങും ഇല്ല. അത് ലോക നിയമമാണ്. ഇപ്പം മക്കളുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് സ്നേഹം തോന്നും, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. തിരിച്ച് കിട്ടുക എന്നുള്ളത് പ്രകൃതി നിയമമല്ല. അതുപോലെ തന്നെ ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്തു, അയാൾ എന്നോട് വന്ന് മാപ്പ് ചോദിക്കണം. മാപ്പ് ചോദിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞ് അത് വിട്ടുകളയാൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ എപ്പോഴും ടെൻസ്ഡ് ആക്കിക്കൊണ്ടിരിക്കും. ഒരു പരിധിവരെ ഈ പ്രതീക്ഷകൾ നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണെങ്കിലും നമുക്കിങ്ങനെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പ്രതീക്ഷകളെയൊക്കെ നമുക്ക് വിട്ടുകളയാം. നമുക്ക് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാം അതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന്. 7ാമത്തെ കാര്യം, ലെറ്റിംഗ് ഗോയെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ക്ഷമിക്കാൻ തയ്യാറാവുക എന്നുള്ളത്. നമ്മളോട് പലരും തെറ്റുകൾ ചെയ്യും. ആ തെറ്റുകൾ നമ്മളെ വേദനിപ്പിക്കുക മാത്രമല്ല, നമുക്ക് അടുത്ത അവസരത്തിൽ അതിന് പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ചിന്തയും ഉണ്ടാകാം. അത് മറക്കാനും പൊറുക്കാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായി കാര്യങ്ങൾ. നമ്മൾ ഈ പ്രതികാരം ചെയ്യുമ്പോഴുള്ള പ്രശ്നം, പ്രതികാരം ചെയ്യുന്നത് മറ്റേയാളിൽ വീണ്ടും പ്രതികാര മനോഭാവം ഉണ്ടാക്കും. അത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മനസ്സിന് ഭാരമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ വിട്ടുകളയുക. അങ്ങനെ സംഭവിച്ചു, ഇറ്റ് ഈസ് ഓവർ. 8ാമത്തെ കാര്യം, ലെറ്റിംഗ് ഗോ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും പവർഫുള്ളായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് എഴുതുക എന്നുള്ളത്. നമ്മളെ ആ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ്, നമ്മളെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഒന്ന് ഇരുന്ന് എഴുതുക. ഒരുപാട് ആശ്വാസം കിട്ടും കേട്ടോ. നമ്മളതൊക്കെ മനസ്സിൽ നിന്നങ്ങ് റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എഴുത്തിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണല്ലോ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഏറ്റവും കൃത്യമായിട്ടും ഭംഗിയായിട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള മാർഗമാണ് എഴുത്ത്. അപ്പോൾ നമ്മുടെ ഉള്ളിലിങ്ങനെ കാര്യങ്ങൾ തിങ്ങിയിരിക്കുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ അത് ഭംഗിയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, അതൊരു ശീലമാക്കുമ്പോൾ നമ്മുടെ എഴുത്ത് നന്നാവും. അപ്പോൾ ഇത് അങ്ങനെയും കൂടി നമുക്ക് പ്രയോജനം ചെയ്യും. എഴുത്തുപോലെ നമ്മുടെ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റീസ് കുറവാണ്. പല തരത്തിലാണ് ഇത് നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരമാക്കി നമുക്കിതിനെ മാറ്റാം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, സ്വപ്ന തുല്യമായ ഒരു കാര്യം, ഒരു ഫ്രീ മൈൻഡ്, അതിലേക്ക് എത്താനുള്ളൊരു പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം സംസാരിച്ചത്. അത് സ്വപ്നതുല്യമായൊരു കാര്യമാണ്. ഒരു ഫ്രീ മൈൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നടപ്പുള്ള കാര്യമല്ല, സ്വപ്നതുല്യമായ കാര്യമാണ്. പക്ഷേ അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുക എന്നുള്ളത് അതൊരു റിയാലിറ്റിയാണ്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ്. നമ്മളെപ്പോഴും ഓരോ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് കിട്ടാതിരിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് 100% ഗ്യാരണ്ടി ഇല്ലെങ്കിലും ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ട്. അതവിടെ ഉണ്ടായിരിക്കും. ഞാനൊരു എക്സാമിനേഷന് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എക്സാമിൻ്റെ ഒരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചത്രയും എനിക്ക് ലഭിച്ചില്ലെങ്കിലും ആ ലേണിംഗ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തത്, ഞാൻ പഠിച്ചത് അതെങ്ങും പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിലും ആ പ്രോസസ്സ് നമുക്ക് ഒരുപാട് പ്രചോദനം നൽകുന്ന ഒന്നാണ്, സന്തോഷം തരുന്ന ഒന്നാണ്, നമ്മുടെ ജീവിതത്തെ പോസിറ്റീവ് ആക്കുന്ന ഒന്നാണ്. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. കുറച്ചധികം പേര് എന്നോട് പറയാറുണ്ട്, ടീച്ചറെ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ലേ, വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടാറില്ല. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടുന്നത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.